വിജയേട്ടാ നമസ്കാരം. ഇപ്പൊ ഒരു വലിയ പ്രശ്നം ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുപ്പതി ദേവസ്ഥാനത്തെ സംബന്ധിച്ച പ്രശ്നമാണ് ഇപ്പൊ ദേശീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് കൊടുക്കുന്ന പ്രസാദത്തിൽ പന്നിയുടെ കൊഴുപ്പും ബീഫ് അതായത് പശുവിന്റെ കൊഴുപ്പും പിന്നെ അതല്ലാതെ വേറെ ചില ആ, മാംസ സംബന്ധമായിട്ടുള്ള വസ്തുതകളും കലർത്തിയാണ് ഇവിടുത്തെ പ്രസാദം നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ആന്ധ്രയിൽ ഈ വിഷയം കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് വരെ ഈ വിഷയം എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അപ്പോ കേരളത്തിലും സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, അത് ശബരിമലയെ സംബന്ധിച്ച് ശബരിമലയിൽ വരുന്ന ആ, അരവണ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ എല്ലാം ഹലാലാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിഷയമാണ്. ഹലാൽ ഏലക്ക അടക്കം ശബരിമലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് വലിയ വിഷയങ്ങൾ കേരളത്തിലടക്കം ഉണ്ടായി, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ ശബരിമലയിൽ കച്ചവടം ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും, അത് 90% ആൾക്കാരും ഹൈന്ദവരായി പരിണമിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കണ്ടതാണ്. ലേലത്തിലൂടെയാണല്ലോ ശബരിമലയിൽ ടെൻഡർ വിളിച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അത് കണ്ടതാണ്. പക്ഷെ ഇവിടെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. തിരുപ്പതിയിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. അത് ദേശീയ തലത്തിൽ ഈ വിഷയം ഉയർന്നു വരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് എങ്ങനെയാണ് ഈ പ്രസാദത്തിൽ ഈ പന്നിക്കൊഴുപ്പും ഈ ബീഫിന്റെ കൊഴുപ്പും ഒക്കെ ചേർന്ന് വരിക? പിന്നെ ദേശീയ തലത്തിൽ ഇത് ചർച്ചയാവാനുള്ള കാരണം, അയോധ്യയിലേക്ക് ഇവിടെ നിന്നും ടൺ കണക്കിന് ലഡു അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ കൊടുത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ സർക്കാർ അടക്കം എന്ത് നടപടിയാണ് ഇപ്പോൾ ഇതിൽ എടുക്കാൻ പോകുന്നത് എന്നാണ് ബിജുചേട്ടൻ കരുതുന്നത്? നമ്മുടെ ഈ ചില ക്ഷേത്രങ്ങൾ, നമ്മുടെ രാജ്യത്തെ ചില ക്ഷേത്രങ്ങൾ ഈ ദേശീയ പ്രാധാന്യം ഉള്ളതാണ്. അതായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭക്തരും വിശ്വാസികളുമുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്ന് തിരുപ്പതിയാണ്. അതായത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും അടക്കം എല്ലാവരും പോവുകയും വിശ്വാസത്തോടെ അവിടെ കാണിക്കർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് തിരുപ്പതി. മറ്റൊന്ന് ശബരിമലയാണ്. അതായത് ഉത്തരേന്ത്യൻസും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കേദാർനാഥ് ഉണ്ട്, ബദരിനാഥ് ഉണ്ട്, കാശിയുണ്ട്, പൂരി ജഗന്നാഥ്. അയോധ്യയുണ്ട്. അയോധ്യയൊക്കെ പുരി ജഗന്നാഥ്. ഇതൊക്കെ കുറെ നമുക്ക് ഈ ഹിന്ദുവിന്റെ വിശ്വാസത്തിൽ, അതായത് ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന് വ്യത്യാസമില്ലാതെ ഉള്ള ക്ഷേത്രങ്ങളാണ് ഇവയൊക്കെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന മൃഗക്കൊഴുപ്പ് എന്ന് പറയുന്നത്, അതിനകത്ത് നമ്മൾ ബീഫ് താൽ എന്നാണ് അതിനകത്ത് വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. എന്താണ് അതെന്ന് നമ്മൾ തെരഞ്ഞു ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ബീഫിന്റെയും മറ്റുമൊക്കെ മാംസം എടുത്തതിന് ശേഷം എല്ലുണ്ടാകും. ഈ എല്ലിൽ പറ്റിയിരിക്കുന്ന മാംസവും അതിന്റെ മാലിന്യവും ഇട്ട് തിളപ്പിച്ച് അത് ഉരുക്കിയെടുക്കുന്ന വെണ്ണ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഈ ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ കൃത്യമായി ബീഫിന്റെ മാലിന്യം എന്ന് തന്നെ അഡ്രസ്സ് ചെയ്യണം. അതല്ലാതെ ബീഫിന്റെ കൊഴുപ്പ് എന്നല്ല അതിന് പറയേണ്ട, മാലിന്യം ഇട്ട് ആ രീതിയിലേക്ക് ആക്കിയെടുക്കുക. അതെടുത്തിട്ടാണ് ഇവിടെ ഈ തിരുപ്പതി ലഡുവിനെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് 10-300 വർഷം പഴക്കമുള്ളതാണ് ഈ ആചാരം, ഈ പ്രസാദം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഒരു ദിവസം 3 ലക്ഷം ലഡു ആണ് തിരുപ്പതി മാത്രം വിതരണം ചെയ്യുന്നത്. ഈ ലഡു കിട്ടണമെങ്കിൽ ഭക്തൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? ഇത് ഒരാൾക്ക് ഒരെണ്ണമാണ് കൊടുക്കുന്നത്. 50 രൂപ മുതൽ 200 രൂപ വരെയാണ് അതിന്റെ റേറ്റ്, അതിന്റെ വലിപ്പം അനുസരിച്ച്. ഈ നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇന്ത്യയിലെമ്പാടും, അവിടെ ആ ക്ഷേത്ര ആ ക്ഷേത്രം ഭരിക്കുന്ന സർക്കാർ നിശ്ചയിക്കുന്ന തുക കൊടുക്കാൻ വിശ്വാസികൾ തയ്യാറാകുന്നുണ്ട്. എവിടെയായാലും ഈ തിരുപ്പതി ലഡുവിന്റെ വില ഇതായിരുന്നില്ല. ഇപ്പോൾ തിരുപ്പതി ലഡുവിന്റെ വില വർദ്ധിപ്പിച്ചാലും ഭക്തർ അത് കൊടുത്ത് വാങ്ങി കഴിക്കുന്നത് അത് ഭഗവാന്റെ പ്രസാദമായതുകൊണ്ടാണ്. അരവണയുടെ കാര്യം നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് പൈസ കൂട്ടിക്കൊണ്ടിരിക്കും. നിലയ്ക്കൽ നിന്ന് പമ്പ വരെ ബസ് ചാർജ് കൂട്ടിയിട്ടും ഭക്തർ അതിൽ കയറുന്നത് അവൻ അയ്യപ്പനെ കാണാനുള്ള അമിതമായ വിശ്വാസം, ഒരുപക്ഷെ അവന്റെ ഗതികേടെന്ന് കൂടി നമുക്കതിനെ പറയാൻ കഴിയും. അതായത് ഇത്രയും തുക മുടക്കി അവൻ അവിടെ ചെല്ലുന്നത് അതുകൊണ്ടാണ്. അതിനെ ചൂഷണം ചെയ്യാം ഒരു പരിധി വരെ. അതായത് ഈ ലഡു ആരും ഓസിന് കൊടുക്കുന്നതല്ല, ഒരു സർക്കാർ ഓസിന് കൊടുക്കുന്നില്ല. ഹിന്ദു അവന്റെ പൈസ മുടക്കി അവന്റെ ഭഗവാന്റെ പ്രസാദം പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. അതിന് 10, 20 ഇല്ലെങ്കിൽ 15 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്രതിഷേധം നമുക്കുണ്ടാകും. പക്ഷേ ആ വിശ്വാസത്തിന്റെ പേരിൽ അവനെ ചൂഷണം ചെയ്യരുത്. ഇത് ചൂഷണമല്ല ശരിക്കും നടക്കുന്നത്, കാരണം അവന്റെ വിശ്വാസത്തെ ഹനിക്കുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു ചെറിയ സംഭവം പറയാം. നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ചരിത്രത്തിന്റെ ഏറ്റവും ഭയങ്കര ഒരു സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു സ്വാതന്ത്ര്യ സമരം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിച്ച 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയും. എന്തുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ സമരം തുടങ്ങാനുണ്ടായ കാരണം? ശിപായിമാരാണല്ലോ ലഹള ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണത്? അതിനകത്ത് ഹിന്ദു മാത്രമല്ല മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവർ ഒന്നിച്ചു നിന്ന് പോരാടാൻ തീരുമാനിച്ചത്? ഇതും ഈ ഒരു മൃഗക്കൊഴുപ്പിന്റെ കാര്യമായിരുന്നു. അന്ന് ഈ ബ്രിട്ടീഷുകാര് വെടിയുണ്ട പൊതിഞ്ഞു കൊണ്ടുവന്നത് പശുവിന്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പ് കലർന്ന പേപ്പറിലായിരുന്നു എന്നുണ്ട്.
ഒപ്പം തന്നെ ഈ വെടിയുണ്ടകൾ കടിച്ച് തുറന്നിട്ടായിരുന്നു ഈ തോക്കുകളിൽ നിക്ഷേപിക്കേണ്ടിയിരുന്നത്. അതിനകത്ത് മൃഗക്കൊഴുപ്പ്, അതായത് പശുവിന്റെയും പന്നിയുടെയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹൈന്ദവരായിട്ടുള്ള ശിപായിമാർ, ശിപായി എന്ന് വിളിക്കുന്ന ബ്രിട്ടീഷുകാരാ, ശിപായിമാരല്ലായിരുന്നു അവര്, ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാർ തന്നെയായിരുന്നു. ആ അവര് സ്വാഭാവികമായും പശു ദൈവമായി കാണുന്നവരുണ്ട്, പന്നിയെ ഹറാമായിട്ടാണ് മുസ്ലിങ്ങൾ കാണുന്നത്. അപ്പോ ഈ ഇത് കടിച്ചു വലിക്കുമ്പോൾ അവൻ അവന്റെ വികാരത്തെയാണ്, അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തെയാണ്, അവന്റെ ആചാരത്തെയാണ് ലംഘിക്കുന്നത്. ഇതായിരുന്നു പെട്ടെന്നുണ്ടായ കലാപത്തിന്റെ ഏറ്റവും വലിയ ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണം അത് തന്നെയായിരുന്നു. അത് എത്ര രക്തരൂക്ഷിതമായിട്ടാണ് പോയത് നമ്മൾ ആലോചിക്കണം. സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയൊക്കെ ഉപവാസം കിടന്നും സഹന സമരം നടത്തിയുമാണ് വാങ്ങുന്നതെങ്കിൽ അതിനു മുമ്പ് അത് രക്തരൂക്ഷിതമായത് എങ്ങനെയാണ്? അവന്റെ വിശ്വാസത്തെ ഹനിക്കപ്പെട്ടപ്പോഴാണ്. അവന്റെ വിശ്വാസത്തെ ഹനിക്കപ്പെട്ടപ്പോൾ അവൻ വയലന്റ് ആയി എന്ന് മാത്രമല്ല, അവൻ തോക്കെടുത്ത് തന്റെ യജമാനനെ വെടിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇവിടെയും അത് തന്നെയല്ലേ സംഭവിച്ചിരിക്കുന്നത്? കാരണം ഈ തിരുപ്പതി, നമ്മുടെ നമ്മുടെ അമ്പലങ്ങൾ, നമ്മുടെ കേരളത്തിലെ തന്നെ ക്ഷേത്രങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഈ വെണ്ണ, നെയ്യ്, എണ്ണ, ഇതെല്ലാം മായമല്ലേ? ഇതെല്ലാം മായമാണ്. നമ്മൾ ആ ക്ഷേത്രങ്ങളിലെ തിരുമേനിമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വിഗ്രഹത്തിന് തന്നെ കേടാണ്, ഇതിനകത്ത് പലപ്പോഴുമുള്ള നെയ്യഭിഷേകവും മറ്റും ഒക്കെ. എന്തിന്? ചന്ദനം പോലും മായമാണ് ഈ ചാർത്തിന് വേണ്ടിയിട്ട്, മുഖച്ചാർത്തായാലും അഭിഷേകങ്ങൾക്കായാലും ഒക്കെ, കളഭാഭിഷേകം ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന ചന്ദനത്തിൽ പോലും മാലിന്യം ചേർത്ത് വെള്ളക്കയാണ് അരയ്ക്കുന്നതെന്നാണ് കേട്ടത്. അതിനകത്താണ് ഇത് നടത്തുന്നത്. അതായത് വിശ്വാസത്തെ നമുക്ക് പറ്റിക്കാം. ഇപ്പോൾ ഒരു 10 രൂപയുടെ ഒരു കരിക്ക് കൊടുത്തിട്ട് അതിന് 20 രൂപ എന്ന് പറഞ്ഞാൽ വിശ്വാസി അത് വാങ്ങും. പക്ഷെ ആ കരിക്കിനകത്ത് പച്ചവെള്ളം കയറ്റി കൊടുത്തിട്ട് അതിനെ അടച്ചു കൊടുക്കുന്ന, അത് തെമ്മാടിത്തരം എന്ന് അതിന് പറയാൻ കഴിയും. കാരണം വിശ്വാസത്തെ ചൂഷണം ചെയ്യരുത്. ഈ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ഒരിക്കലും ഹിന്ദുവിൻ്റെതായ ഒരു മുഷ്ക് ഈ രാജ്യത്ത് കാണിച്ചിട്ടില്ല. തങ്ങൾക്ക് ഇത് വേണമെന്നും ഒന്നും കാണിച്ചിട്ടില്ല. എന്താണോ അവന് വെക്കുന്നത് അതവൻ സ്വീകരിക്കാറാണുള്ളത്. ഇവിടെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ അഴിമതി. ഈ തിരുപ്പതി ക്ഷേത്രത്തെ കുറിച്ച് ആദ്യമായിട്ടല്ല നമ്മളിത് കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇതര മതസ്ഥര്, അതായത് ബന്ധുക്കോസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരെ ഉൾപ്പെടെ ഇവിടെ ജോലിക്കെടുത്തിരുന്നു. അത് വലിയ വിവാദമായതിനെ തുടർന്നാണ് ജഗൻമോഹന്റെ കാലത്ത് അവരെ പറഞ്ഞു വിട്ടത്. അതിനുശേഷം ഈ ബന്ദിക്കോസ് മിഷണറിമാർ ഈ തിരുപ്പതിയിൽ ക്യൂ നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് മിഷണറി വർക്കുമായിട്ട് ലഘുലേഖകൾ വിതരണം ചെയ്ത വീഡിയോകൾ പുറത്തുണ്ടായിരുന്നു. അത് വലിയ വിവാദമായപ്പോഴാണ് അത് നിർത്തലാക്കിയത്. അതായത് ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ എന്തുമാകാമെന്നൊരു ഹുങ്കിന്റെ പുറത്താണ് ഈ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അവിടെ ഹിന്ദു സംഘടിക്കുമ്പോൾ അതിന് വർഗീയമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലെങ്കിൽ ഹിന്ദു ഭീകരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ പ്രതികരിച്ചു പോകും. ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോകുന്നത് എന്റെ വിശ്വാസമാണ്. അവിടെ ഞാൻ ഒരു തുളസിമാല കൊടുക്കുന്നു എന്നുള്ളത് പ്ലാസ്റ്റിക് തുളസിമാലയല്ല, ഒറിജിനൽ തുളസിമാല. കാരണം ഞാൻ ആ മാല കച്ചവടക്കാരൻ പറയുന്ന റേറ്റ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. തിരുപ്പതി ലഡു വാങ്ങുന്നത് ആന്ധ്ര സർക്കാർ പറയുന്ന റേറ്റ് കൊടുത്തിട്ട് ഭക്തൻ വാങ്ങുന്നത്, അല്ലാതെ ഓസിന് വാങ്ങിക്കൊണ്ട് പോകുന്നത് നല്ലത്. ഈ തിരുപ്പതി ദേവസ്ഥാനം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. സ്കൂളുണ്ടോ, ഹോസ്പിറ്റലുണ്ടോ, അനവധി കാര്യങ്ങളുണ്ട്, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഈ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ വലിയ തുകയാണ് അവർ സംഭാവന നൽകുന്നത്. അങ്ങനെയൊക്കെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഭൂരിപക്ഷവും നൽകുന്നത്. ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഈ ഹിന്ദുക്കളോട് ചെയ്യുന്ന ഈ തെമ്മാടിത്തരത്തിനെയാണ് നമ്മൾ ശരിക്കും അറ്റാക്ക് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതെനിക്ക് തോന്നുന്നത് പല മാധ്യമങ്ങൾ ഈ വാർത്ത എന്തുകൊണ്ടാണ് എടുക്കാതെ പോയത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇത് വളരെ തീവ്രമായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം. ഈ വരുമാനം എന്ന് പറയുമ്പോൾ ക്ഷേത്രം എടുത്തുകൊണ്ട് പോവുകയല്ല, അത് പൂജാരി വീട്ടിൽ കൊണ്ടുവന്ന പണമല്ല ഇത്. ഇത് സാധാരണപ്പെട്ട ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഗുണപ്പെടുന്ന രീതിയിലേക്കാണ് ആ പണം സർക്കാർ ചെലവഴിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ എടുത്തേനെ, പക്ഷേ ഇത് ഹിന്ദുവിന്റെ വിഷയമായതുകൊണ്ട് എടുത്തില്ല. ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിമിൻ പരിപാവനമായിട്ട് കാണുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ പന്നിയുടെ കൊഴുപ്പ് ഉപയോഗിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയേനെ. കാരണം കേരളത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടന്നേനെ, തെരുവുകളിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഹർത്താലുകൾ നടന്നേനെ, കേരളത്തെ സൂചി കുത്താൻ പറ്റാത്ത രീതിയിലുള്ള ജനക്കൂട്ടം രൂപപ്പെട്ടേനെ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായേനെ. അത് അങ്ങനെ ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കി. അങ്ങനെ ഒരു വിഷയമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അറിയാലോ, ജേക്കബോ, കെ ജെ ജേക്കബോ, ഒരു വേട്ടാവളി ഉണ്ടല്ലോ ഇവിടെ. അയാൾ കഴിഞ്ഞ ദിവസം ഇട്ടിരിക്കുകയാണ്, എനിക്ക് തിരുപ്പതിയായി, പന്നിക്കൊഴുപ്പായ പന്നിക്കൊഴുപ്പായത് കൊണ്ട് കുഴപ്പമില്ല, ബീഫിൻ്റെത് വല്ലതുമായിരുന്നെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടേനെ. ഇവൻ തന്നെ ഇതിനകത്ത് ഇതേ നേരെ തിരിച്ച് ഒരു മുസ്ലിമിന്റെ അവൻ പരിഭാവനമായിട്ട് കാണുന്ന ഒരു സംഭവത്തിന് പന്നി വല്ലതും ചേർത്ത് വന്നു കഴിഞ്ഞാൽ അവന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു. അവൻ ആ സമയത്ത് പറയാൻ പോകുന്നത് ജനാധിപത്യം, മതേതരത്വം, മതനിരപേക്ഷത, ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം ഇതൊക്കെ ലംഘിക്കപ്പെട്ടു, ഫാസിസം, നാസിസം, മുസോളിനിസം എന്നൊക്കെ കാര്യങ്ങളായിരിക്കും പറയാനായിട്ട് അവൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അതായത് കേരളത്തിൽ ഞാൻ പറയട്ടെ, ഇവിടെ ശബരിമലയിൽ ഹലാൽ ഏലക്ക എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നപ്പോൾ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ
ഒരു കാരണവശാലും മിണ്ടിയിട്ടില്ല. മാധ്യമങ്ങൾ മിണ്ടത്തില്ല. കാരണം മാധ്യമങ്ങൾ മിണ്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഒരു കൺസോളിഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കൺസോളിഡേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാധ്യമ പ്രവർത്തകർക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമുള്ള മാധ്യമ പ്രവർത്തകരുടെ നിലനിൽപ്പിന് തന്നെ വലിയ ആ, സംഭവം. അതായത് സ്വന്തം കഞ്ഞിയിൽ പാറ്റ ഇടുന്നത് പോലെ ആയിപ്പോ. നമുക്കറിയാലോ മനോരമയിലെ ഷാനി പ്രഭാകർ ഒരു ഡിബേറ്റിൽ പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അതായത് SDPI ചെയ്യുന്ന വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് അതിവിടെ BJP വളർന്നു പോകുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ടീമാണ്. അപ്പൊ അവരുടെ ഭാഗത്ത് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ ശബരിമലയിലെ അരവണ പായസം, ആ അരവണ പായസത്തിനകത്ത് ചത്ത പല്ലി, അരണ ഇതെല്ലാം കിട്ടിയിട്ടില്ലേ? എപ്പോഴാണ് ഈ അരവണ പായസത്തിന് കുറ്റവും കുറവും ഇല്ലാതെ ഭക്തർക്ക് കിട്ടിയിട്ടുള്ള ഒരു വർഷം പറയൂ? അത് നമ്മൾ ആലോചിക്കണം. ഇത് ഒന്നും രണ്ടും അരവണ നിൽക്കുകയല്ല ചെയ്യുന്നത്. സർക്കാർ ഓസിന് കൊടുക്കുന്ന സാധനമല്ല, സർക്കാർ പറയുന്ന പണം കൊടുത്താണ് ഭക്തൻ വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇനി ഈ സർക്കാർ ഈ ക്ഷേത്രങ്ങളുടെ ഖജനാവ് കൊള്ളയടിക്കുന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ രത്നഭണ്ഡാർ എന്ന് പറയുന്ന ഒരു ഭണ്ഡാറുണ്ട്. നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ രത്നഭണ്ഡാറുണ്ട്. അതായത് നിലവറ പോലെ. നൂറ്റാണ്ടുകളായിട്ടുള്ള അമൂല്യങ്ങളായ വജ്രങ്ങളും ഒക്കെ ഉള്ള ആ രത്നഭണ്ഡാറിന്റെ താക്കോല് കാണാനില്ല. പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോലെ രത്നഭണ്ഡാർ ഇപ്പോൾ പരിശോധിക്കും. കാരണം അതിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങളും മറ്റും കാണാതായിട്ടുണ്ട്. ഇത്തവണ BJP അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട അതെ അതെ ഇതായത്. അങ്ങനെ ഈ പ്രതിഷേധം ശക്തമായപ്പോൾ അവിടുത്തെ സർക്കാർ അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന് 4 വാതിലുകളിൽ 3 വാതിലും അടച്ചിട്ട് കളഞ്ഞു, ഭക്തരെ അധികം കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഈ തെമ്മാടിത്തരം നടക്കുന്നത് ഇവിടെ. അതായത് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളും അവന്റെ ആചാരങ്ങളും മെക്കിട്ട് കയറുന്നതിന് യാതൊരു മടിയും ഇവിടെ ഇല്ല. ശബരിമലയിൽ നമ്മൾ കണ്ടതാണ്, ഈ സ്ത്രീകളെ കയറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നും സ്ത്രീകൾ നിഷിദ്ധമായ ക്ഷേത്രമോ സ്ത്രീകളെ വേണ്ടെന്ന് പറയുന്ന ക്ഷേത്രങ്ങളോ അല്ല. കാരണം ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്നവരൊക്കെ മുസ്ലിം പള്ളിയിലേക്ക് ഈ സ്ത്രീകളെ കയറ്റാൻ തയ്യാറാകുന്നുണ്ടോ? ഇല്ല. ഇതാണ് ധനുഷ് നേരത്തെ പറഞ്ഞത്. ഇത് വൺ സൈഡ് മതേതരത്വമാണ്. ഇതിനെ മതേതരത്വം എന്നല്ല പറയുന്നത്, തെമ്മാടിത്തരം എന്നാണ് പറയേണ്ടത്. ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ ഇപ്പൊ സ്വാഭാവികമായിട്ട് എനിക്കും ധനുഷിനൊക്കെ ഇപ്പൊ നോൺ വെജ് നമ്മൾ കഴിക്കുന്ന ആൾക്കാരാണ്, നമുക്ക് ആ നോൺ വെജ് കഴിക്കുന്ന ബുദ്ധിമുട്ട്. പക്ഷെ വെജായിട്ട് മാത്രം ജീവിക്കുന്ന ഒരു ജനതയുണ്ട്. അത് ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെമ്പാടും. അത് ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളും ഉണ്ട് വെജായിട്ട് കഴിക്കുന്നത്. ഞാൻ വേറെ മതമൊന്നുമല്ല ഞാൻ പറയുന്നത്. മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, ഒപ്പം തന്നെ യൂറോപ്യൻസ് ഉണ്ട്. അവർ സസ്യ ഭക്ഷണം കഴിക്കുന്നവർ. ഈ സസ്യ ഭക്ഷണം മാത്രം കഴിക്കുന്ന ഒരാൾക്ക് ഒരു മാംസ ഭക്ഷണം കഴിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് മാനസികമായി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്തായിരിക്കും? അതായത് അതെ ജീവിതകാലത്ത് മുഴുവൻ, അതായത് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം ഉപയോഗിക്കാത്ത ഒരാൾ, അയാൾ മദ്യം ഉപയോഗിക്കുകയില്ല, മദ്യത്തിനെതിരുമാണ്. ആ വ്യക്തി അറിയാതെ അയാളുടെ ഫുഡിൽ മദ്യത്തിൽ, അല്ലെങ്കിൽ അയാൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു മദ്യത്തിന്റെ അംശമുണ്ട്, അയാളുടെ വയറ്റിൽ പോയി അയാൾക്ക് മാനസികമായി ഉണ്ടാക്കുന്ന ഒരു മനപ്രയാസം ഭയങ്കരമായിരിക്കും. ശാരീരികപരമായി ഒന്നും സംഭവിക്കില്ലെങ്കിൽ പോലും മാനസികമായി ഉണ്ടാക്കുന്ന ആഘാതം ഭയങ്കരമായി. ആ രീതി തന്നെയല്ലേ ഇവിടെ ചെയ്തത്? കാരണം ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വ്രതം പിടിച്ചും ഭക്തിയോടും കൂടിയാണ് അവിടെ ചെല്ലുന്നത്. അവൻ ആ പ്രസാദം വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? അവൻ അവന്റെ വീട്ടിലേക്കും നാട്ടിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ്, ഇല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസാദമാണ് അവിടെ. ആ പ്രസാദത്തിലാണ് ഇതേപോലത്തെ തെമ്മാടിത്തരം നടന്നു എന്ന് പറയുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. ഇപ്പൊ ദേ കണ്ടില്ലേ, ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ പ്രതിഷേധം ശക്തമായപ്പോൾ കർണാടക സർക്കാരിന്റെ പുതിയ സർക്കുലർ എന്നെല്ലാം വന്നിട്ടുണ്ട്. നന്ദിനി നെയ് മാത്രമേ ഉപയോഗിച്ചാൽ മതി കർണാടക ക്ഷേത്രങ്ങൾ. എന്തുകൊണ്ടാണ്? സിദ്ധരാമയ്യ ഭയങ്കര ഹിന്ദു വിരുദ്ധ ആളാണല്ലോ. എന്തുകൊണ്ടാണ് വാലും ചുരുട്ടി പെട്ടെന്ന് തന്നെ പുതിയ നിയമം കൊണ്ടുവന്നത്? കാരണം ആന്ധ്രയ്ക്ക് അടുത്താണ് കർണാടക. ഇതൊരു ആന്ധ്രയിലെ തിരുപ്പതിയുടെ പ്രശ്നം മാത്രമല്ല, കർണാടകത്തിൽ അത് കത്തിക്കയറുമെന്നറിയാം. ഇപ്പോൾ ഇന്ന് രാവിലെ സിദ്ധരാമയ്യയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു, നന്ദിനി നെയ് മാത്രമേ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കാവൂ. അതുപോലെ ഒപ്പം തന്നെ ക്ഷേത്രങ്ങളെ പ്രസാദത്തിന് ഗുണനിലവാരം കണ്ടെത്തണം. ഈ ഗുണനിലവാരം കണ്ടെത്തുന്നതിന് സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെയ്യ് വാങ്ങുന്നതിന് അതെ കൂടുതൽ പണം ഖജനാവിൽ നിന്ന് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഭക്തൻ കൊടുക്കുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങൾക്കും. ഭക്തനൊന്നും കൊടുക്കാതൊന്നും ഇരിക്കുന്നില്ല. ഭക്തൻ വാരിക്കോരിയാണ് തിരുപ്പതി ആയാലും മറ്റു ക്ഷേത്രങ്ങളിലും കൊടുക്കുന്നത്. അതെടുത്തിട്ട് അതിന്റെ ഗുണനിലവാരം ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സർക്കാരിന് ഈസി ആയിട്ട് അല്ല ഒരുക്കാവുന്നതേ ചേട്ടാ, ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഉം, ആന്ധ്രയില് ഇപ്പോ പവൻ കല്യാൺ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സനാതന ധർമ്മ പരിരക്ഷണ ബോർഡ് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജനസേന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ഹിന്ദുത്വത്തിനെക്കാട്ടിലും എത്രയോ മടങ്ങ് വലിയ തീവ്ര ഹിന്ദുത്വം വേറൊന്നൊരു മനുഷ്യനാണ് പവൻ കല്യാൺ എന്ന് പറയുന്നത്. പുള്ളിയാണ് ഇപ്പൊ അവിടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ബോർഡ് കൊണ്ടുവരും എന്ന് പറയുന്നു. പിന്നെ CM നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളല്ലാത്തവരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് 1683 അർച്ചകരുടെ ശമ്പളം, വേതനം ഉയർത്തി കൊടുക്കുമെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പണ്ടേ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഗവൺമെന്റ് ഇതിനെ ഡീൽ ചെയ്യാൻ പോകുന്നതെന്നാണ് ചേട്ടൻ മനസ്സിലാക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ
ഈ പവൻ കല്യാൺ ജനസേന പാർട്ടി, ആ പാർട്ടിയുടെ നേതാവായ ഈ ഉം. പവൻ കല്യാൺ തിരുപ്പതി പോയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കംപ്ലീറ്റ് മാലിന്യങ്ങൾ അടിച്ച് ദൂരക്കളയുമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം ഇലക്ഷന് മുമ്പ് പറഞ്ഞത് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തി. ഇപ്പോ ഉം. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കണക്ക് ഒരു ബോർഡ് അനിവാര്യമാണ്. സനാതന ധർമ്മം സംരക്ഷിക്കാൻ നമുക്കൊരു ബോർഡ് അനിവാര്യമാണ്. ആ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവൻ കല്യാൺ അത് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ദേവസ്വം ബോർഡ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബോർഡിന്റെ ഒരു ഭാഗം തന്നെയാണ് അദ്ദേഹം പറയുന്നത് സനാതന ധർമ്മ ബോർഡ്. എനിക്ക് തോന്നുന്നു ആ പേര് തന്നെ ഒരു പക്ഷേ കേന്ദ്രം സ്വീകരിക്കാനും സാധ്യത ഇല്ലാതില്ല. കാരണം അത് ഉം. കോമൺ ആയിട്ടൊരു പേരാണ്, ഇന്ത്യയിൽ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സനാതന അതെ ധർമ്മം അതെ. സംരക്ഷിക്കാനുള്ള ബോർഡ്. അപ്പൊ അങ്ങനെ ഒരു ബോർഡ് വരണം എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇത് എത്രയും പെട്ടെന്ന് ഈ ദേവസ്വം ബോർഡുകളെ ഇല്ലാതാക്കാൻ തക്ക ശക്തമായ ഒരു നിയമനിർമ്മാണത്തിനായി BJP ഒരുങ്ങുന്നു, ഇല്ലെങ്കിൽ അവർക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രചോദനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ഉം. നമുക്കറിയാം എന്തുകൊണ്ടാണ് വഖഫ് ബില്ല് വരേണ്ടി വന്നത്. നാട് മുഴുവൻ നടന്ന ഉള്ള വസ്തുക്കൾ മുഴുവൻ ഈ വഖഫ് ബോർഡ് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ നിരാലംബരും നിരാശരമായ ഒരു വലിയ വിഭാഗം കോടതിയെ സമീപിക്കുകയും അങ്ങനെ കോടതി തെളിവ് കൊണ്ടുവരാൻ അതെ അതെ. ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തെളിവിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാൻ തുടങ്ങി. അങ്ങനെയാണ് വഖഫ് ബോർഡിന്റെ ബില്ല് വരുന്നത്. ഇവിടെ ഇപ്പൊ ഈ ക്ഷേത്രങ്ങൾ എടുത്തു നോക്കി, ഇപ്പൊ ഇതൊരു തിരുപ്പതി ക്ഷേത്രം മാത്രമല്ലല്ലോ. ഇവിടെ ഉം. ഈ പഴനിയിൽ ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ കുറച്ച് നാളുകൾക്ക് മുമ്പ്. ആ പഴനിയുടെ അവിടെ ഹോർഡിങ്സുകൾ വെക്കാൻ അനുവാദം സ്റ്റാലിൻ സർക്കാർ കൊടുത്തു, പരസ്യം പഴനി ക്ഷേത്രത്തിൽ. ആ പരസ്യങ്ങളിൽ മുഴുവൻ എന്താണ് ഈ ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പരസ്യങ്ങളും ഹോട്ടലുകളുടെയും ബിരിയാണിയുടെയും പരസ്യം ഉം. കൊടുക്കുകയും മറ്റു മതങ്ങൾക്ക് വേണ്ടി അത് ആ ഇടങ്ങൾ തീരെഴുതി കൊടുക്കുകയും ചെയ്തപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു. അങ്ങനെ ആ പരസ്യങ്ങൾ ഉം. വെക്കരുതെന്ന് പറഞ്ഞൊരു സർക്കുലർ ഇറക്കി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ക്ഷേത്രങ്ങളും കച്ചവട സ്ഥാപനങ്ങളാക്കി മാറ്റി. ശരിയാണ്, ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തന്നെ കച്ചവടങ്ങളും സംസ്കാരവും ഒക്കെ തന്നെ വളരേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ക്ഷേത്രം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആ നാട് ഡെവലപ്പ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ സൈഡിൽ ഇപ്പൊ അയോധ്യയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അയോധ്യ ക്ഷേത്രത്തിന്റെ വഴിവെക്കിൽ പൂക്കച്ചവടം, ചിത്രങ്ങൾ, അതുപോലെ നമ്മളെ നെറ്റിയിലെ പൊട്ടുതൊടിയിക്കുന്നവർ ഉൾപ്പെടെ ഒരുപാട് പേരുടെ ജീവിതമാർഗം അത് നടന്നു പോകുന്നുണ്ട്. പക്ഷെ എന്ന് കരുതിയിട്ട് അതൊരു ചൂഷണത്തിന്റെ മാർഗമാക്കി മാറ്റരുത്. അങ്ങനെ ചൂഷണത്തിന്റെ ഉം. മാർഗമാക്കി മാറ്റുമ്പോഴാണ് അതിനകത്ത് വിഷയങ്ങൾ വരുന്നത്. ഇപ്പൊ തന്നെ നമുക്കിപ്പോ ഈ സർക്കാർ തന്നെ ഇതിന് കൂട്ടു നിൽക്കുമ്പോഴാണ് അതിനകത്തൊരു വലിയ വിഷമം ഭക്തനുണ്ടാകുന്നത്. കാരണം ഭക്തന്റെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുകയും ആ വാങ്ങുന്ന പൈസയ്ക്ക് വ്യാജന സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഭക്തൻ 1857 കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം അവൻ ചിലപ്പോൾ ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രതിഷേധം ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. അവൻ ചിലപ്പോൾ ഉം. ആക്രമിച്ചു എന്ന് വരാം. അത് യാതൊരു തെറ്റും അവനെ പറയാൻ കഴിയില്ല. കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഒരു വഴിപാട് എഴുതുന്നു, അർച്ചന എഴുതുന്നു, ഇല്ലെങ്കിൽ ഒരു പ്രസാദം എഴുതുന്നു, അത് അവര് പറയുന്ന തുകയാണ് നമ്മൾ കൊടുക്കുന്നത്. അതല്ലാതെ ഇവരാരും ഫ്രീ തരുന്നവരല്ല. ആ തരുമ്പോൾ നമ്മുടെ ഉം. വിശ്വാസം കൂടി അതിനകത്ത് അംഗീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. ഏതായാലും തിരുപ്പതി വിഷയം ഇപ്പോൾ കേന്ദ്ര സർക്കാർ സജീവമായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വലിയൊരു വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ തിരുപ്പതി ലഡ്ഡു ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് അയോധ്യയ്ക്ക് കൊണ്ടുപോയിരുന്നു. ഇത് നോർത്ത് ഉം. ഇന്ത്യയിൽ ഒരു വലിയ വിഷയമായി മാറാൻ അധികം വൈകില്ല. കാരണം ഇതിപ്പം എല്ലാവരും നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവരെല്ലാവരും വലിയ ഈ ബാലാജിയുടെ അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാന്റെ വലിയ ഭക്തർ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത് അയോധ്യയിലേക്ക് കൂടെ എത്തിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്രിമിനൽ കുറ്റമാണിത്. അത് തന്നെയല്ല, ഉം. ഇന്നലെ അതിനകത്ത് വേറൊരു വേർഷൻ വന്നു. ഇവിടെ എല്ലാത്തിനും രണ്ട് വേർഷൻ വരും. അത് മറ്റൊരു വേർഷൻ വന്ന് ഉം. അമുലാണ് ഇത് വിതരണം ചെയ്തത് എന്നുള്ളതാണ്. അമുൽ. അതെ അതെ അതെ. പക്ഷെ അമുൽ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് അവർ ഇന്നേ വരെ തിരുപ്പതിയിലേക്ക് നെയ്യ് കൊടുത്തിട്ടില്ല. അമുൽ കമ്പനി അത് നെയ്യ് കൊടുക്കാത്ത ഒരു ഉം. കമ്പനി എങ്ങനെ നെയ്യ് കൊടുത്തു എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കമ്പനികളുടെ അതെ. പേര് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഇവിടെ നടക്കുന്നത് നേരത്തെ ധനുഷ് സൂചിപ്പിച്ച് ഇപ്പൊ ടെൻഡർ പിടിക്കുന്നത് മുഴുവൻ ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ ഇവിടെ ഹിന്ദുക്കളെ ബിനാമി നിർത്തിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നീക്കുന്നത്. ഇപ്പോൾ ടെൻഡർ പിടിക്കുന്ന ഒരു ഹിന്ദു ആയിരിക്കും, പക്ഷെ ഹിന്ദുവിന്റെ മറവിൽ എന്താണ് എത്തുന്നത്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഭക്തരെ ഇല്ലെങ്കിൽ ഒരു വിശ്വാസിയെ ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഒരു ചീറ്റിംഗ്, ഇതൊരു വലിയ ചീറ്റിംഗ് തന്നെയാണ് ഉം. നടത്തിയിരിക്കുന്നത്. കാരണം ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് ഈ മതപരിവർത്തനത്തിന് വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു. അപ്പോ ഉം. ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്, ആന്ധ്രയിൽ ആക്രമിക്കപ്പെട്ട കാലഘട്ടം ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലഘട്ടമായിരുന്നു. എത്രയോ ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്തു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മതപരിവർത്തനം ആന്ധ്രയിലെമ്പാടും നടത്തിയത് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്താണ്. ഈ ജഗൻമോഹൻ ഉം. റെഡ്ഡിയുടെ കാലത്താണ് ഈ തിരുപ്പതി ക്ഷേത്രത്തിലെ പെന്തക്കോസ് വിഭാഗക്കാര് മിഷണറിമാര് ലഘുലേഖകൾ വിതരണം ചെയ്തത്. അന്ന് അവിടെ നിന്ന് അടി കിട്ടിപ്പോയതാ. ഇന്നിപ്പം ആന്ധ്രയുടെ ഭരണം മാറി, ഒപ്പം തന്നെ ഈ ഉള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താണ് സംഭവിക്കുന്നത് തിരുപ്പതിയിൽ? ഇനി അവിടെ നിന്ന് അനവധി കഥകൾ പുറത്തു വരും. ഇനി അനവധി അവിടെ നടന്ന അഴിമതികൾ പുറത്തു വരും, അവിടെ നടന്ന തെമ്മാടിത്തരങ്ങൾ പുറത്തു വരും. ഇതെല്ലാം ഇനി ഓരോന്നോരോന്നായി പുറത്തു വരും. കാരണം അവിടെ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ കണ്ടതാണ് ഈ
എന്താ പറയുക, വിശ്വാസം കച്ചവടമാക്കരുത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. വിശ്വാസത്തെ നമ്മൾ വിറ്റ് കാശാക്കരുത്. വിശ്വാസത്തിന് നമ്മൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാണ്. അതാണല്ലോ ദേവസ്വം ബോർഡിലെ എമൗണ്ട്. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നടയില് നമ്മൾ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 10 റീലെങ്കിലും കാണും. അത് റീൽസ് കൊടുക്കും. പിന്നെ ഇപ്പോഴെനിക്ക് അത് കാണുമ്പോൾ അത് ശരി, കൊള്ളാം, നല്ല സാധനമാണ്. കാരണം നമ്മുടെ ബന്ധുക്കളോ നമ്മളൊക്കെ പോയി റീൽസ് എടുക്കും. പക്ഷെ അത് ഈ സിനിമ ഷൂട്ടിങ്ങില് റീൽസ് ഷൂട്ടിങ്ങിനോ പറ്റിയ ഒരു ഇടമാക്കി മാറ്റരുത്. കാരണം അവിടെ എത്തുന്ന ഭക്തരെല്ലാം റീൽസ് പിടിക്കാനല്ല വരുന്നത്. കാരണം അത് അവരുടെ മനസ്സിനെ കൂടെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കേക്ക് മുറിച്ച സംഭവമൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. അതായത് ഉം. എന്ത് തെമ്മാടിത്തരോ അരങ്ങേറാനുള്ള ഒരു അല്ല, കൂത്തമ്പലമല്ല ഇത് അതിന്റെ വാതിൽ, ക്ഷേത്രങ്ങളുടെ വാതിൽ. വേദനിപ്പിക്കുന്നതിലുപരി വേദനിപ്പിക്കുന്നതിലുപരി ഭക്തർക്ക് അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. അതെ, അതെ. ഇപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നു, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരാൾ ഗുരുവായൂരോ തിരുപ്പതിയിലോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നതിനോ ഒരു വീഡിയോ പിടിക്കുന്നതിനോ ആർക്കും എതിർപ്പില്ല. പക്ഷെ അവിടെ അത് ഒരു കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് റീൽസ് ഡാൻസുകളും മറ്റും ചെയ്യുക, വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ ചെയ്യുക, അതൊക്കെ ചെയ്യുന്നത് ഭക്തി എന്നല്ല അതിന് പറയുന്നത്. അത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് കൂടുതൽ ലൈക്ക് കിട്ടാനും ഇല്ലെങ്കിൽ അതിന് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇടങ്ങളാക്കി ക്ഷേത്രങ്ങൾ മാറ്റരുത്. അതാണ് അതിന്റെ ഒരു 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 റിയൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ സനാതന ധർമ്മം നശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം നമ്മുടെ ഈ രാജ്യത്ത് പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട്. അവർ പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഇടക്കാലം വരെ അവർ പ്രവർത്തിച്ചിരുന്നത് നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടും നമ്മുടെ ദൈവങ്ങൾക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ അതിനെ ഖണ്ഡിക്കാൻ ഒരു 1000 പേര് രംഗത്തെത്തുകയും അത്രയുള്ള ശ്രമങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒഡീഷ എന്നൊരു വാർത്ത കേട്ടു. അവിടെ ഈ മതപരിവർത്തനത്തിന് ചെന്ന മിഷണറിമാരെ ഓടിച്ചിട്ട് തല്ലിയായിരുന്നു. അതുപോലെ തന്നെ നേപ്പാളിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. നേപ്പാളിലെ മതപരിവർത്തനത്തിന് ചെന്ന മിഷണറിമാരുടെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ചിട്ട് അവർ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടു. ഇന്ത്യയിലോട്ട് കടന്നു വന്നപ്പോഴത്തേനും ഞാനത് ന്യൂസിന്റെ വാർത്ത ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ അതിർത്തിയിലും ഇത് കണക്ക് ഹിന്ദുക്കൾ സംഘടിച്ച് നിൽക്കുക ഇവന്മാർ വരുന്നതെന്ന് നോക്കി. വന്നു കഴിഞ്ഞ് ഇവിടെ കൈവക്കാൻ രക്ഷപ്പെട്ട പോലീസിന്റെ ഇതുകൊണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ വലിയ രീതിയിലുള്ള മതപരിവർത്തന സ്കോപ്പിൽ ഇപ്പൊ ജാർഖണ്ഡിൽ നടക്കുന്ന വിഷയം എന്താണ്? അവിടെ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളടക്കം കടന്നു വന്ന് മതപരിവർത്തനമാണ്. ഈ മതപരിവർത്തനം കടന്നിട്ട് അത് ഒരു തരത്തിലുള്ള തകർക്കലാണ്. മറ്റൊരു തകർക്കൽ എന്ന് പറഞ്ഞാൽ ഈ ജാർഖണ്ഡിലൊക്കെ നടക്കുന്ന ഈ ആദിവാസി ഏരിയകളിലൊക്കെ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ളവർ കടന്നു കയറി ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കും, അവർ സ്വത്തുവകളൊക്കെ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഒരു കൾച്ചറിനെ ഇല്ലാതാക്കുക, ഒരു സംസ്കാരത്തെ ഇല്ലാതാക്കുക, വിശ്വാസത്തെ ഇല്ലാതാക്കുക. അതുകൂടി ആ ജനത അടിമപ്പെട്ടു പോകും ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ്. അതിനകത്ത് ബാക്കിയുള്ള മതക്കാർ ആരും മോശക്കാരൊന്നും അല്ല, എല്ലാവരും ഒരേപോലെ തന്നെയൊക്കെയാണ്. അപ്പൊ അതായിരുന്നു രണ്ടാമത്. മറ്റൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ബുദ്ധിജീവികൾ ഇല്ലെങ്കിൽ മതേതരത്വന്മാർ എന്ന് പറയുന്നവർ ഈ ക്ഷേത്രങ്ങളിൽ കടന്നുകൂടുകയും അവിടുത്തെ ആചാരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്. അതായത് എങ്ങനെയൊക്കെ തകർക്കാം അതിനെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതായത് എത്രത്തോളം ആഭാസകരമാക്കുക. എന്നിട്ട് അവർ പറയുന്നത് അതിന് വികസനം എന്നാണ് ഇത് പറയുന്നത്. അത് വികസനമല്ല, തെമ്മാടിത്തരമാണ്. അതായത് ക്ഷേത്രങ്ങൾക്കാണെങ്കിലും മറ്റു ഒരു ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങൾ, അതിനെയൊക്കെ മാറ്റിമറിക്കുന്നത് വികസനമല്ല, പുരോഗമന ചിന്തയുമല്ല. അതൊക്കെ എന്ന് പറയുന്നത് തെമ്മാടിത്തരം തന്നെയാണ്. അതാണ് ഈ രാജ്യത്ത് മുഴുവൻ നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെതിരെ ഇനിയിപ്പോ BJP ഒന്നും ജനം നോക്കിയിരിക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരെ ഏറ്റുപിടിക്കുകയോ ഏറ്റുപിടിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കാരണം ഇപ്പം അതിനെതിരെ പ്രതികരിക്കാൻ അനവധി. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് കേരളത്തിൽ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ തെരുവിലിറങ്ങിയ ഒരു മുഴുവൻ BJP-ക്കാരാണോ? അങ്ങനെയെങ്കിൽ BJP 72 സീറ്റ് കിട്ടി കേരളം ഭരിക്കേണ്ടതല്ലേ? അവരല്ലല്ലോ അത്. അമ്മമാർ ഒരുപാട് ഇറങ്ങിയില്ലേ? ഈ അമ്മമാരൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗങ്ങളാണ്? അല്ല. അതാണ് എന്തുകൊണ്ട് പുരിയില് വലിയ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടന്നില്ലേ? ശനീശ്വര ക്ഷേത്രം മഹാരാഷ്ട്രയില് അതിന്റെ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ടായിരുന്നു. അവരുടെ പേര് പോലും ഇപ്പൊ കേൾക്കുന്നില്ല, ആരാണ്. ധനുഷിന് ഓർമ്മയുണ്ടാകും. ഈ എനിക്ക് അവിടെ ഓർമ്മയുണ്ട്, സ്ത്രീകളൊക്കെ. ഒരു മുടിയൊക്കെ ബോബ് ചെയ്ത ഒരു സ്ത്രീ അല്ലേ? അതെ, 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 അതെ. അവിടെ അവരുടെ എന്ത് പറ്റി? പേര് അവിടുത്തെ മറന്നുപോയി. സ്ത്രീകൾ അത് അവര് ശബരിമലയിലും എത്തിയിരുന്നു അവര്. എത്തിയിരുന്നു. അവിടെ അവര് ഈ ശനീശ്വര ക്ഷേത്രം മഹാരാഷ്ട്രയില് ഈ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ അവരും കുറച്ചുകൂടെ ചെന്നപ്പോ അവിടുത്തെ സ്ത്രീകള്, അതിന് ചുറ്റുപാടുള്ള സ്ത്രീകൾ ചൂലുമായിട്ടാണ് നിന്നത്. വന്ന് അടിക്കുമെന്നും പറഞ്ഞിട്ട്. അന്ന് അവരുടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്തര് അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അവര് BJP-യോ അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തോ ഒന്നും അവർ നോക്കില്ല. അവന്റെ വിശ്വാസത്തിന് ഹനിച്ച്. ഞാൻ ചോദിച്ചില്ല, 1857 കോൺഗ്രസ് അല്ലല്ലോ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടക്കമിട്ടത്. ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയ സമരമൊന്നും അല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ അതിനൊരു നേതാവില്ലായിരുന്നു. അതിന് ഒരു ലഹള തുടങ്ങിയതിനു ശേഷം പല നേതാക്കന്മാർ ഉയർന്നു വന്നു എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അവന്റെ വിശ്വാസത്തെ ഹനിച്ചപ്പോൾ അവന്റെ കയ്യിരുന്ന് തോക്ക് ഓർഡർ ഇട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേരെ വെച്ചിട്ട് നിറയൊഴിക്കേണ്ടി വന്നത്. അതിനാരും വന്ന് ഉദ്ഘാടനം ചെയ്ത സമരവും സത്യാഗ്രഹവും ഒന്നും അല്ലായിരുന്നത്. അതേപോലെയാണ് പറയുന്നത്. അവന്റെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവൻ പ്രതികരിക്കും, സ്വാഭാവികം മാത്രമാണ്. ഞാൻ പറയുന്നില്ലേ, ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾ സർക്കാർ ഭരിക്കുന്നിടത്തോളം കാലം അവര് കുറച്ചുകൂടെയൊക്കെ വിശ്വാസികൾക്കൊപ്പം നിന്ന് മുൻപോട്ട് പോയാൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ഇല്ലെങ്കിൽ വിശ്വാസികൾ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അക്രമാസക്തമായാലും അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം.
അതിന് ഞാൻ പറഞ്ഞില്ല, ഇനിയുള്ള കാലത്തൊന്നും ഈ മതത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. വിശ്വാസം ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. പണ്ട് ഈ ഹിന്ദുക്കളുടെ ഒരു ഉം. പ്രധാന പ്രശ്നം വെച്ചാൽ അവർക്ക് കുറച്ച് സഹിഷ്ണുത കൂടുതലാണ്. എന്ത് കേട്ടാലും പറഞ്ഞാലും അവർ സഹിച്ചു നിൽക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു കൾച്ചർ ഉം. ഉള്ള ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. എല്ലാവരെയും ഉം. അംഗീകരിക്കാനും ഒപ്പം തന്നെ സമാധാനത്തിന്റെ മതമെന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ സനാതന മതമാണ്. അപ്പൊ അതായത് അതെ. ഈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സമാധാനത്തിന്റെ മതം എന്ന് പറഞ്ഞിരിക്കണം. കാരണം ഹിന്ദു എവിടെയും പോയിട്ട് ഒരു ലഹള ഉണ്ടാക്കിയതായിട്ടോ, ഹിന്ദു എവിടെയെങ്കിലും പോയിട്ട് പൊട്ടിത്തെറിച്ചതായിട്ടോ, ഇല്ല ഹിന്ദുവിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയതായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല. പകരം അവൻ എല്ലാം സഹിക്കും, എല്ലാം സഹിച്ച് ഏറ്റവും ഒടുവിൽ മാത്രമാണ് അവൻ പ്രതികരിക്കുന്നത്. അതൊരു ഒന്നൊന്നര പ്രതികരണമായിരിക്കും. അതാണ് ഇപ്പൊ അതെ. എല്ലായിടത്തും സംഭവിക്കുന്നത്. എല്ലായിടത്തും ഇപ്പൊ ഈ തിരുപ്പതി വിഷയം വലിയ ഇഷ്യൂസ് ആയിട്ട് മാറും. കാരണം ഈ പവൻ കല്യാൺ ഉം. ഇലക്ഷന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. പവൻ കല്യാൺ ആണ് അതിപ്പോ റേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡു ആണ് അതിന്റെ ഒരു ഉം. ആധികാരികമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിൽ പോലും പവൻ കല്യാണാണ്. പവൻ കല്യാൺ അതൊരു വലിയ, കാരണം പവൻ കല്യാണിന്റെ ഒരു പാർട്ടി ഒരു അതിതീവ്ര ഹിന്ദു പാർട്ടിയാണ്. നമ്മൾ തമ്മിൽ ഇരുന്ന ചർച്ചയിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ പവൻ കല്യാണെ കുറിച്ച് മാത്രം ചർച്ച നടത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, ഉം. ശിവസേന പോലെ അതിതീവ്ര ഹിന്ദു പവറായിട്ട് പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി വരും. അത് ഉം. ആന്ധ്രാപ്രദേശിൽ മാറുക തന്നെ ചെയ്യും. അത് ബി ജെ പിക്ക് ഒരു ക്ഷീണം ഉണ്ടാക്കും, ഇല്ല എന്ന് പറയുന്നില്ല, ബി ജെ പിക്ക് ക്ഷീണം ഉണ്ടാക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് അത് വളരുക തന്നെ ചെയ്യും. ഇന്ന് ആ പാർട്ടി അത് ഏറ്റെടുത്ത് ഉം. കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിൽ ഇപ്പൊ ഈ സനാതന ബോർഡ് നിലവിൽ വരും. ഈ ഉം. സനാതന ധർമ്മ സംരക്ഷണ ബോർഡ് എന്ന് സനാതനധർമ്മ പറയുന്നത്, പരിരക്ഷണ ബോർഡ്. പരിരക്ഷ ബോർഡ് നിലവിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ ഉറപ്പായി ഉം. കഴിഞ്ഞിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നത്. കാരണം ഇത് അനിവാര്യമായ ഒരു ഘടകമാണ്. കാരണം ഈ ഉം. ഇപ്പൊ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്താം. ഇപ്പം അരവണ ഉണ്ടാക്കുന്ന ശർക്കരയിൽ കുറച്ച് വെട്ടിപ്പൊക്കെ കൊണ്ടെന്നുണ്ടെങ്കിൽ തൂക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ അതിനകത്ത് നിഷിദ്ധമായ കാര്യങ്ങൾ കൂടി ചേർത്ത് കൊണ്ടുവരുമ്പോഴാണ് അതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ബിസിനസ്സിനകത്ത് അതെ. ചില ഒരു ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാ പ്രസാദങ്ങളിലുമുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ, ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളൊക്കെ ലോക പ്രസിദ്ധങ്ങളാണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലെ പോലും ഇപ്പൊ അമ്പലപ്പുഴ ആയാലും കൊട്ടാരക്കര പിന്നെ ആയാലും അമ്പലപ്പുഴ പായസം, കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം, ഗുരുവായൂരിലെ ഉണ്ണിയപ്പം, പായസം, ശബരിമലയിലെ അരവണ, ആരവണ, ഇതെല്ലാം പത്മനാഭസ്വാമി ഫേമസ് ക്ഷേത്രത്തിലെ ആയിട്ടുള്ളതാണ്. മോദകം, ഇതൊക്കെ ഭയങ്കര ഫേമസാ. ഫേമസ്. ഇതിനൊക്കെ ശരിക്കും വിശ്വാസികളുണ്ട്, വിശ്വാസികൾ അല്ലാത്തവരുമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും അതെ. ആ ഒരു വിശ്വാസം ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതൊരു ഒരു ക്ഷേത്രത്തെ നശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വിശ്വാസികളുടെ വിഷമം മാത്രമല്ല. ഉം. ഇപ്പൊ ഈ ലഡുവിൽ ഈ മാംസത്തിന്റെ അംശങ്ങളുണ്ട്, അല്ല എന്റെ മാലിന്യം കൊണ്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ 3 ലക്ഷം ലഡു ആണ് ഒരു ദിവസം തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് ഭക്തർക്ക് കൊടുക്കുന്നത്, വിൽക്കുന്നത്. ആ ഉം. മൂന്ന് ഉം. ലക്ഷം എന്നുള്ളത് 1.5 ലക്ഷമായാൽ എന്ത് പറ്റും? തിരുപ്പതി ക്ഷേത്രത്തിന്റെ വരുമാനം കുറയും. ക്ഷേത്രത്തിന്റെ അതെ. വരുമാനം കുറഞ്ഞാൽ ഈ സർക്കാരുകൾ എന്ത് പറയും? വരുമാനം കുറഞ്ഞു, അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ അവിടുത്തെ വികസനമൊക്കെ നടക്കാൻ വലിയ പാടാണ് എന്ന് പറയും. അതായത് ക്ഷേത്രങ്ങളെ ഉം. തകർക്കുക അതിന്റെ ഒരു ഒന്നാമത്തെ പടിയാണിത്. അതായത് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ മാനസികമായി തകർക്കുന്നു. രണ്ടാമത്തെ കാര്യം അവന്റെ തകർക്കുക. ഇപ്പൊ ശബരിമലയിൽ ആ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ വരുമാനം കുറഞ്ഞു തുടങ്ങിയില്ലായിരുന്നു? എത്ര വർഷം വരുമാനം കുറഞ്ഞു തുടങ്ങി? അതാ ഞാൻ ഉം. പറഞ്ഞത്, ഇത് സ്വാഭാവികമായി ക്ഷേത്രങ്ങളെ ഇല്ലാതാക്കുക, ഇല്ലെങ്കിൽ സംസ്കാരത്തെ ഇല്ലാതാക്കുക എന്നുള്ളതിന്റെ ഭാഗം കൂടിയായിട്ട് വേണം ഇത് കരുതാനായിട്ട്. കാരണം ഇത് ഉം. കച്ചവട താല്പര്യത്തിന് വെറുതെ ഇച്ചിരി നെയ്ക്ക് പകരം വേറെ എന്തെങ്കിലും സാധനം തന്നു എന്ന് കരുതാൻ കഴിയില്ല. ഇതൊരു ഗൂഢാലോചനയാണ്, ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇന്ത്യ ഉം. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഈ തെമ്മാടിത്തരങ്ങളൊന്നും നടക്കില്ല എന്ന് കരുതുന്ന മറ്റ് രാജ്യങ്ങളും മറ്റ് മതതീവ്ര ഉം. മതമൗലികവാദ സംഘടനകളും, അതിനകത്ത് ഹിന്ദു ഒഴിച്ച് എല്ലാവരും എന്ന് തന്നെ പറയണം. കാരണം അത് ഒരു ഭാഗത്ത് അമേരിക്ക ചില രാജ്യങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ പിടിച്ചടക്കാനും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ ഇവാഞ്ചലിക് സൊസൈറ്റികൾക്ക് പോലുള്ളവർക്ക് തീരെഴുതി കൊടുക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നു. മറുഭാഗത്ത് തീവ്ര ഇസ്ലാമിക രാജ്യങ്ങൾ ഇത് ഇസ്ലാമികവൽക്കരിക്കാൻ നടക്കുന്നു. ഇതിനിടയിൽ പെട്ട് കിടക്കുന്ന ഒരു വിഭാഗമായി ഹിന്ദു മാറുന്നു. ഇവിടെയാണ് പതുക്കെ പതുക്കെ അവന്റെ സംസ്കാരവും ക്ഷേത്രവും ഒക്കെ തകർക്കാനുള്ള സംഘടിതമായ ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹൈന്ദവർ രംഗത്തിറങ്ങും. അതിന്റെ ഏറ്റവും വലിയ അതെ. ഉദാഹരണമാണ് ശബരിമല ഇഷ്യൂവിൽ നമ്മൾ കണ്ടത്. ശബരിമല ഇഷ്യൂവിൽ ഒരു ബി ജെ പിക്കാരനും പറഞ്ഞിട്ടല്ല അത്ര സ്ത്രീകൾ ഇറങ്ങിയത്. അതിനുശേഷം ബി ജെ പിക്കാരൻ എത്ര പരിപാടി നടത്തി? അവിടെ എവിടെയെങ്കിലും ഇത്ര സ്ത്രീകളെ ബി ജെ പിക്കാർക്ക് സംഘടിപ്പിക്കാൻ പറ്റിയോ? ഇത്രയും ജനത്തിനെ ബി ജെ അതെ. പിക്കാർക്ക് സംഘടിപ്പിക്കാൻ പറ്റിയോ? അതൊന്നും നടക്കുന്ന കേസൊന്നുമല്ല. ഇവിടെ മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ വലിയ തട്ടകമാണല്ലോ. അവിടെ ശിവസേനക്കാരെങ്കിലും പറഞ്ഞിട്ടാണോ അവിടെ സ്ത്രീകൾ ഒത്തുകൂടിയതും തടഞ്ഞതും? കാരണം വിശ്വാസത്തെ ഉം. ഹനിക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞ 1857 ശിപായി ലഹളയ്ക്ക്
നേതൃത്വം കൊടുത്ത് ഗാന്ധിജി ഉദ്ഘാടനം ചെയ്ത പരിപാടി അല്ലായിരുന്നത്, നെഹ്റു ഉദ്ഘാടനം ചെയ്ത പരിപാടി അല്ലായിരുന്നു, കോൺഗ്രസ്സുകാരുടെ പരിപാടി അല്ലായിരുന്നത്. അതാ നമ്മൾ വിശ്വാസത്തെ ഹനിച്ചു കഴിയുമ്പോൾ ഒരു പരിധി വരെ ഒരു വിശ്വാസം ക്ഷമിക്കും, അതിനപ്പുറത്തേക്ക് പോവില്ല. ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് കേരളത്തിലടക്കം, ഞാൻ പറഞ്ഞില്ല, കേരളത്തിലടക്കമുള്ള പൂജാ സാധനങ്ങൾ എന്ന് പറയുന്നത് മലിനമാണ്. അതാണ് നടക്കുന്നത്. ഭക്തരെ കൊള്ളയടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ആ കൊള്ളയടിക്കുന്നത് തെറ്റില്ല, അല്പമൊക്കെ പൈസ കൂട്ടിക്കോളൂ, പക്ഷെ അവനെ ചതിക്കരുത്, അവന്റെ വിശ്വാസത്തെയും സംസ്കാരം തകർക്കാൻ ശ്രമിക്കരുത്. തിരുപ്പതി വിഷയം ഒരു വലിയ വിഷയമായിട്ട് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അതെ, വിശ്വാസത്തിന് യുക്തിയില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോ ഞാൻ ഒരാളോട് ഒരു ചർച്ചയിൽ ഏർപ്പെട്ടപ്പോൾ പുള്ളി പറഞ്ഞാണ്, വിശ്വാസം എന്ന് പറയുന്ന സാധനം യുക്തിരഹിതമാണ്, ഒരിക്കലും നമ്മൾ വിശ്വാസത്തിൽ യുക്തി തിരയാൻ പോകരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യുമ്പോഴാണ് അയാൾക്ക് മനസമാധാനം കിട്ടുന്നത്, അയാളുടെ കർമ്മങ്ങൾ അയാൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നത്, അത് അയാൾ ചെയ്തോട്ടെ. ഇപ്പൊ കയ്യിൽ ഒരു ചരട് കെട്ടുമ്പോഴായിരിക്കും ഒരാൾക്ക് പരീക്ഷയെ നല്ലപോലെ എഴുതാനായിട്ട് സാധിക്കും. അത് അങ്ങനെയാണെങ്കിൽ അയാൾ അത് കെട്ടുക തന്നെ വേണം. അതിൽ പക്ഷേ യുക്തി തിരയാൻ നിൽക്കരുത്. അത് അയാളുടെ മാനസികമായിട്ടുള്ള ഒരു കൺസൊലേഷന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ അത് കെട്ടാതെ നിങ്ങൾക്ക് ആ പരീക്ഷ നല്ലതുപോലെ എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് കെട്ടണ്ട, അത്ര മാത്രമേ ഉള്ളൂ. അത് കെട്ടുന്ന ആൾ അത് കെട്ടിക്കോട്ടെ, കാരണം എങ്കിൽ മാത്രമേ അയാൾക്ക് അത് കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഇപ്പോ എന്താണ് അമ്പലത്തിൽ ഒരു നേർച്ച ജന്മദിനത്തിൽ അദ്ദേഹത്തിന് നേർന്നാൽ, അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചാൽ, അല്ലെങ്കിൽ ഒരു അർച്ചന നടത്തിയാൽ മാത്രമേ അയാൾക്ക് തന്റെ അടുത്ത വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ അയാൾ അത് ചെയ്തോട്ടെ. അപ്പൊ അങ്ങനെ അയാൾ അത് ചെയ്യുമ്പോൾ ആ അർച്ചനയ്ക്ക്, വിജയൻ പറഞ്ഞ പോയിന്റ് ആണ്, ആ അർച്ചനയ്ക്ക് നിങ്ങൾക്ക് 5 രൂപയുള്ള അർച്ചനയ്ക്ക് നിങ്ങൾ 50 രൂപ വെക്കാം. അങ്ങനെ വെച്ചു കഴിഞ്ഞാലും ആ വിശ്വാസി ആ 50 രൂപയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ അത് ചെയ്യും. പക്ഷെ ആ അർച്ചന ചെയ്യുന്ന പുഷ്പങ്ങൾ പ്ലാസ്റ്റിക്കിന്റെ പുഷ്പങ്ങളാവാൻ പാടില്ല. അത് തെണ്ടിത്തരമാണ്, ചെറ്റത്തരമാണ്, അടി കൊള്ളാത്തതിന്റെ കേസാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു കാര്യമാണ് തിരുപ്പതിയിൽ നടത്തിയിരിക്കുന്നത്. മാപ്പർഹിക്കാൻ കഴിയാത്ത തെറ്റാണ് ഇത് കാണുന്ന. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം കേരളത്തില് ഈ വിഷയം ചർച്ച ചെയ്ത ഒരേ ഒരു ചാനൽ ABC ന്യൂസ്, നിങ്ങളുടെ ചാനലാണ്, ABC മലയാളമാണ്. കാരണം ഇതൊരു വലിയ വിഷയമാണ്, ബഹുഭൂരിപക്ഷം ജനത്തിന്റെ ഒരു വിഷയമാണ്, ഏതാണ്ട് ഒരു 100 കോടി വരുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു വലിയ വിഷയമാണ്, അവന്റെ വിശ്വാസത്തിന് തകർത്ത് തരിപ്പണമാക്കിയ ഒരു വലിയ വിഷയമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഒരു മാധ്യമത്തിന് മുടക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഇല്ലെങ്കിൽ അതിന് മാറ്റിവെക്കാൻ കഴിയുന്നില്ല എങ്കിൽ, ഇല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറെ സ്പേസ് അവന്റെ പ്രിന്റിങ് പത്രത്തിന് മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അത് എന്തൊരു രാജ്യമാണിത്? ഇതിനാണ് മതേതരത്വം എന്ന് പറയുന്നത്. ഈ ഒരു ഇഷ്യൂ ആരും റേസ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ നോക്കുമ്പോൾ നാഷണൽ മീഡിയാസ് എല്ലാം ഈ ഒരു ഇഷ്യൂ വലിയ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മലയാളം മീഡിയകൾ അത് എടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് എത്ര പേര് കാണുമെന്നറിയില്ല, കാണുന്നവർ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നത് കൂടെ ചെയ്യുന്നുണ്ട്. അതെ, നാഷണൽ ലെവലിൽ ഈ വീഡിയോ, ഈ വിഷയം വളരെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ലെവലിൽ തന്നെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും തോന്നിപ്പോ തിരുപ്പതി ലഡുവിൽ ഇപ്പോ മൃഗക്കൊഴുപ്പ് ചേർത്ത എന്താ പ്രശ്നം, ഇതൊക്കെ എന്ത് വിശ്വാസം എന്നൊക്കെ ചില ആൾക്കാർക്ക് തോന്നി. എല്ലാവർക്കും ഒരേ മൈൻഡ് സെറ്റ് അല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു വിശ്വാസി കഴിക്കുന്ന അയാളുടെ പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയിരിക്കുന്നു. വിശ്വാസമില്ലാത്ത ആൾക്കാരും വിശ്വസിക്കുന്ന പല കാര്യങ്ങളും കാണും. ബിജേട്ടൻ പറഞ്ഞതുപോലെ ചില ആൾക്ക് മദ്യപാനം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും, നിഷിദ്ധമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ അറിയാതെ കുറച്ച് മദ്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കലക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നുള്ള അതേ സെയിം ലോജിക്ക് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെയും വർക്കൗട്ട് ആവുന്നത്, അത് തന്നെയാണ് അവിടെയും വർക്കൗട്ട് ആവുന്നത്. ഒന്നല്ലെങ്കിൽ രണ്ട് തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സംഭവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാ ആൾക്കാരും. ഇപ്പൊ ദൈവമുണ്ട് എന്ന് കരുതുന്ന ആൾക്കാർ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് ആ ദൈവത്തിൽ അർപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർ ദൈവമൊന്നുമില്ല, ഞങ്ങൾ തന്നെ കാര്യങ്ങൾ ചെയ്താലേ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വാസത്തിനാണ് തുരങ്കം വെക്കാനായിട്ട് പല ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സംഭവം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് ആന്ധ്രയിൽ വലിയ രീതിയിലുള്ള അലയൊലികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ആന്ധ്രയിൽ നിന്ന് കർണാടകയിലേക്ക് ഈ വിഷയം ബാധിച്ചു കഴിഞ്ഞു, നോർത്തിൽ ഈ വിഷയം സംസാരമായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.